നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ അച്ഛന്റെ തണലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ വാർത്ത നമ്മുടെ ഹൃദയങ്ങളെ വല്ലാതെ നോവിക്കുന്നുണ്ട്. ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിന്റെ നൈമിഷികതയെക്കുറിച്ചും നമ്മുടെ ഓരോ തീരുമാനങ്ങളും മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന വലിയ സ്വാധീനത്തെക്കുറിച്ചുമാണ്. ജീവിതത്തിൽ സ്വന്തം സന്തോഷങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്നവർ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നാം ഒറ്റയ്ക്കുണ്ടായവരല്ല. സ്വന്തം സുഖങ്ങൾ മാത്രം തേടിപ്പോകുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്: നാം ആരും ഈ ഭൂമിയിലേക്ക് ഒറ്റയ്ക്ക് വന്ന് വളർന്നവരല്ല. അച്ഛൻ, അമ്മ, കുടുംബം എന്നിവരുടെയൊക്കെ രാപകലില്ലാത്ത സ്നേഹവും ത്യാഗവും കൊണ്ടാണ് നാം ഇന്നീ കാണുന്ന നിലയിലെത്തിയത്. ആ വലിയ കടപ്പാട് മറന്ന് സ്വാർത്ഥതയിലേക്ക് ചുരുങ്ങുന്നത് സ്വന്തം വേരുകൾ മുറിക്കുന്നതിന് തുല്യമാണ്. വേരറ്റ മരത്തിന് അധികകാലം നിലനിൽപ്പില്ല എന്നോർക്കുക. താൽക്കാലിക സുഖങ്ങളല്ല ജീവിതം. പ്രണയവും വിവാഹവും തുടക്കത്തിൽ വളരെ മനോഹരമായി തോന്നാം. എന്നാൽ വിവാഹത്തിന്റെ ആദ്യ നാളുകൾ കഴിയുമ്പോൾ ജീവിതം അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കും. സാമ്പത്തികം, കുടുംബത്തിലെ ചെറിയ പ്രശ്നങ്ങൾ, പൊരുത്തക്കേടുകൾ എന്നിവയെല്ലാം കടന്നുവരും. അവിടെ കേവലം ആകർഷണമോ താൽക്കാലിക വികാരങ്ങളോ പോരാ, മറിച്ച് പരസ്പര ബഹുമാനവും വിട്ടുവീഴ്ചയുമാണ് വേണ്ടത്. വിവാഹം എന്ന വലിയ ഉത്തരവാദിത്തം. ഒരു കുടുംബം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ വളരെ ചിന്തിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക. കേവലം ശാരീരികമായ ആകർഷണങ്ങൾക്കും താൽക്കാലിക സുഖങ്ങൾക്കുമപ്പുറം ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന്റെ പ്രധാന കാരണം ഈ ഉത്തരവാദിത്തമില്ലായ്മയാണ്. കുടുംബത്തെ ചേർത്തുപിടിക്കുക. നമ്മെ വളർത്തി വലുതാക്കിയവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കെട്ടിപ്പടുക്കുന്നയൊന്നും ജീവിതത്തിൽ ശാശ്വതമായ സന്തോഷം നൽകില്ല. സ്വന്തം കുടുംബത്തിന് വില കൊടുക്കാതെ താൽക്കാലിക വികാരങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന തീരുമാനങ്ങൾ പലപ്പോഴും വലിയ ദുരന്തങ്ങളിലാകും അവസാനിക്കുക. പ്രണയിക്കണം, പക്ഷേ അത് ജീവിതത്തെയും നമ്മെ സ്നേഹിക്കുന്നവരെയും തിരിച്ചറിഞ്ഞുകൊണ്ടാകണം. ഓർക്കുക, നമ്മുടെ സന്തോഷം ഒരിക്കലും മറ്റുള്ളവരുടെ കണ്ണീരിന്മേൽ കെട്ടിപ്പടുക്കുന്നതാകരുത്. വികാരങ്ങൾക്കല്ല, വിവേകത്തിന് പ്രാധാന്യം നൽകുക. സ്നേഹവും കരുതലും ഉത്തരവാദിത്വവും നിറഞ്ഞ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കട്ടെ.